ഓട്ടിസം കുട്ടികളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ക്ഷമ വേണം. അത് ഇവനിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു മാറ്റമാണ്. ഷെയ്ക്കിന്റെ കൊടുത്ത ഒരു കുലുക്കുലിക്ക് അപ്പൊ തന്നെ കൊടുത്തു. രണ്ടാം പ്രാവശ്യം കുലിക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല, അവൻ തട്ടും. അപ്പൊ ഞങ്ങള് ഗേറ്റിൽ കൂട്ടി പതിവാണ്. എന്നാലും ആരെങ്കിലും ചിലപ്പോൾ മറക്കും. ഇവൻ ആ സാഹചര്യം നോക്കിയിട്ട് അപ്പം ചാടും. അപ്പൊ ഇതൊക്കെ കണ്ടും മടുത്തും എനിക്ക് മതിയായി. അപ്പോൾ കബീർ മാമ പറഞ്ഞു, ഇവൻ എല്ലാ കുട്ടികളെ പോലെയല്ല, ഇവനൊരു വ്യത്യാസം ഉണ്ടല്ലോ, നീ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുക പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞപ്പോൾ. ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. ഞങ്ങൾ സമയം അന്ന് മുതൽ ഇന്നും വെറുതെ ഇരുന്നിട്ടില്ല. അവൻ്റെ പിന്നിൽ ഞങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു അച്ഛൻ്റെ സ്ഥാനമാണ്. അപ്പം മാമാക്ക് ഞങ്ങൾ മക്കളാണ് ശരിക്കും. അപ്പം ഞങ്ങളുടെ ഉയർച്ചയാണ് മാമ കാണുന്നത്. പിന്നെ ഈ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തണം പറയുമ്പോൾ അവിടെ ഇങ്ങനത്തെ കേട്ട രക്ഷിതാക്കൾക്ക് ഇത് എങ്ങനെയും ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവർ ഇതിന്റെ എല്ലാത്തിൻ്റെയും പിന്നാലെ പോകും. ഇവർക്ക് ഞങ്ങൾ ലോറി കയറി മരിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലെത്തി. അവന്റെ സൗന്ദര്യം വെച്ചിട്ടില്ല അവന്റെ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവന്റെ കഴിവ് വെച്ചിട്ടുണ്ട്. ഇവന്റെ കുറവാണ് ഇവന്റെ കഴിവെങ്കിൽ അത് വെച്ച് മാർക്കറ്റ് ഉണ്ട്. ജീവിക്കുന്നത് അങ്ങനെ തന്നെ. ഇതിനെന്താ പേടിക്കാനുള്ളത്? നമ്മളൊക്കെ ശുചിക്കുട്ടിനെ ഇപ്പോഴാണ് അക്ഷരങ്ങളും വാക്കുകളൊക്കെ അതിന് പിടിച്ച് കൊണ്ടുവന്ന് മുന്നേറ്റത്തിക്കുന്നു. ഇപ്പോൾ ഒരു സാധാരണ ഒരാളുടെ വിഷമം ഒരാൾക്ക് പറഞ്ഞാൽ അത് പൊട്ടൻ്റെ അമ്മ പറഞ്ഞാൽ അവർ പിന്നെ കല്യാണത്തിന് വിളിക്കില്ല, കല്യാണ സാഹചര്യത്തിൽ വീടിരിക്കുന്നതിന് വിളിക്കില്ല. അത് പറഞ്ഞാൽ പിന്നെ കൊണ്ടുവരുന്നൊക്കെ ലക്ഷണക്കടയിച്ച പലവരും കാണുന്നത്.